എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ കാലമായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. വീഡിയോയ്ക്ക് ആയിട്ട് അടിയനും ചെടികളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇടയ്ക്ക് രണ്ട് മൂന്ന് കുക്കിംഗ് വീഡിയോകളൊക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നു കൂടി നമ്മളതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ നമുക്ക് താല്പര്യം ചെടികളും കാര്യങ്ങളും. കുക്കിംഗ് നമുക്ക് ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ചെടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ചാനലിൽ. അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് സെറ്റപ്പുകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം എന്തായിരിക്കും വീഡിയോ എന്നുള്ളത്. ഒന്നുമില്ല, നമ്മളെ വൈനാണ്, മുന്തിരി വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യം ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ ടേബിളിൽ അങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ സംഭവം കുറേ വീഡിയോസ് ഉണ്ട്. നമ്മളെ യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് മുന്തിരി വൈൻ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഇപ്പം എല്ലാ വർഷവും നമ്മൾ മുന്തിരി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടില്ല, അതിന് മുന്നത്തെ വർഷം ഒക്കെ കണ്ടിന്യൂസ് നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാം എന്ന രീതിയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് മുന്തിരിയാണ്. മുന്തിരി നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നമ്മുടെ തേനി മുന്തിരി, നമ്മളെ കമ്പം തേനി മുന്തിരി നമുക്ക് ഇവിടെ എത്തില്ല. ഇവിടെ നമുക്ക് ഈ ബ്ലാക്ക് മുന്തിരി, സീഡ്ലെസ് മുന്തിരി, നമ്മുടെ നാട്ടിൽ സീഡ്ലെസ് മുന്തിരി എന്ന് പറയാം. ഇവിടെ ഇതാണ് നമുക്ക് ഡൽഹി സൈഡിലൊക്കെ നമുക്ക് ഇതാണ് കൂടുതൽ കിട്ടാറുള്ളത്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അതിൻ്റെ ഒരു സീസൺ. അപ്പോൾ നമുക്കത് കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് മേടിച്ചു. അപ്പോൾ കുറച്ച് വൈൻ ഉണ്ടാക്കാം എന്ന് കരുതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി തുടച്ച് പേപ്പറിട്ട് തുടച്ച് തുണി തുടച്ച് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആവശ്യം ഒരു 1.5 ലിറ്റർ വെള്ളം, നന്നായി തിളപ്പിച്ചാറിയ വെള്ളമാണ്. പിന്നെ ഒരു 3/4 കിലോളം പഞ്ചസാര, പിന്നെ ഗോതമ്പുണ്ട്, ഈസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യം ഗരം മസാലയുടെ കുറച്ച് കൂട്ടുകളാണ്. മറ്റേ സ്റ്റാറിൻസ്, അതുപോലെ കറുവപ്പട്ട, ഏലക്കായ, പിന്നെ കരയാമ്പൂവ്, ക്ലോവ്, ഇലാച്ചി, തേജ്പത്ത, ഹിന്ദിയിൽ തേജ്പത്ത എന്ന് പറയാം, കറുവപ്പട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇത് മലയാളത്തിൽ തക്കോലം എന്ന് പറയും. ഇവിടെ ഹിന്ദിയിൽ സ്റ്റാറിങ്, ഇംഗ്ലീഷിൽ സ്റ്റാറിങ്സ് പറയും, ഹിന്ദിയിൽ ഇന്ത്യൻ്റെ ഒക്കെ വേറെ അറിയില്ല. പിന്നെ ഗോതമ്പ്, ഗേഹു. പിന്നെ ഇതെന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ പെട്ടിമരുന്ന് കടകളിൽ നമുക്ക് വൈൻ ഉണ്ടാക്കാനായിട്ട് പെട്ടിമരുന്ന്, ഈ ആയുർവേദ മരുന്ന്, മറ്റേ കഷ്ണങ്ങളൊക്കെ മുറുക്കുന്ന മരുന്ന് പെട്ടിമരുന്ന് കടകളുണ്ടല്ലോ, അവിടെ പറഞ്ഞ് കിട്ടുന്ന സംഭവമാണ് മറ്റേ വൈൻ ഉണ്ടാക്കാനായിട്ട് കിട്ടുന്ന ഒരു കൂട്ടുണ്ട്. ഇത് കുറെ ആയുർവേദ മെഡിസിൻസ് ആണ്. ഈ കുറെ എണ്ണത്തിന്റെ പേര് എനിക്കറിയില്ല, എന്നാലും കുറെ പൂവും അങ്ങനത്തെ എന്തൊക്കെ ഒരു പൂവൊക്കെ ഉണ്ട്. പിന്നെ ഇതിലുള്ള 2-3 ഐറ്റംസ് അതിലുണ്ട്. ഇത് ഏലക്കായ ഉണ്ട്, കരാമ്പൂവുണ്ട്, പിന്നെ ജാതിപത്രി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതില് അങ്ങനത്തെ ഒരു മരുന്ന് കൂട്ടാണിത്. പിന്നെ പഞ്ചസാര. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം ഈ ഒരു ജാറാണ്. ഇപ്പൊ നന്നായി തിളപ്പിച്ച വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു. ഇതിൽ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മുന്നത്തെ വർഷത്തിൽ നമ്മൾ ഒരു 2-4-5 വർഷമായിട്ട് നമ്മൾ ഇതിൽ തന്നെയാണ് വൈൻ ഉണ്ടാക്കാറ്. നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഇതിൽ കിട്ടുന്ന വൈൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വല്ല ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഇത് കൊടുക്കാനായിട്ടുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വൈനിൻ്റെ കുപ്പി എടുത്ത് വെച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മുന്തിരി, പിന്നെ ഈ കയ്യിൽ നമ്മൾ വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല. നമ്മൾ വൈൻ ഉണ്ടാക്കാൻ മാത്രമായിട്ട്, വൈൻ ഇളക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കയ്യിലാണ്. അതുപോലെ തന്നെ ഈ ജാറും അങ്ങനെ തന്നെയാണ്, വേറെ ഒന്നിനും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കണൊക്കെ അമർത്തുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സിന് മുന്നായിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ വൈൻ്റെ ഇതിപ്പോൾ ഈ ഒരു ബോട്ടിലും കൂടി ഉണ്ട്, പിന്നെ വേറൊരു ചെറിയ ബോട്ടിലും കൂടി ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ബോട്ടിൽ വേറെ ബോട്ടിലും കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞ മുന്നത്തെ വർഷം ഉണ്ടാക്കിയാണ് കേട്ടോ. അതിൽ
നമ്മൾ വീട്ടിൽ വരുന്ന ആളെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുക അല്ല, നമുക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന ആളല്ല. എനിക്ക് കുപ്പിയുടെ പാട് കണ്ടാൽ അറിയാം നമ്മളിത് ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ ഞാനിതിന് ആരും മദ്യപിക്കാനായിട്ട് ഉപദേശിക്കുന്നില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിക്കുന്നുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് കഴിക്കുക. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ശരീരത്തിന്. പക്ഷെ വൈൻ ഇടയ്ക്ക് ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, സ്ഥിരമാക്കരുത്. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വർഷം ഉണ്ടാക്കിയ വൈൻ്റെ കളറുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഇതിൽ കിട്ടുമെന്ന് വിചാരിക്കും. കിട്ടും എന്നുള്ളത് തീർപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് കാണിച്ചു തരുന്നത്, അതിൻ്റെ ഉണ്ടാക്കുന്ന വിധം കാര്യങ്ങളൊക്കെ. ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഞാൻ എല്ലാം ഇത്രേ തന്നെ ഉള്ളൂ, കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ മേക്കിംഗ് ആണ്. അതായത് നമുക്കിതിൽ ഗ്രേപ്സ്, മുന്തിരി നമുക്ക് ഇതിലിടണം, ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്കത് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നൊരു വീഡിയോ. സിമ്പിൾ കാര്യങ്ങളാണ്, നമ്മൾ വീടുകളിലൊക്കെ ചെയ്യാം. വീടുകളിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മളെ മുന്തിരിനെ ജസ്റ്റ് ഒന്ന് ഇതിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യാം. ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് മുന്തിരി ഇതിലേക്ക് ഇടാം. സാധാരണ ചില ആൾക്കാർ നന്നായി മിക്സിയിലൊക്കെ അടിച്ചു കൊടുക്കും. ചില ആൾക്കാർ കുറെ ദിവസം ഇതുപോലെ തന്നെ ഇട്ട് വെച്ച് നന്നായി ഫെർമെന്റേഷൻ ആയതിനു ശേഷം ഉടച്ചെടുക്കുന്നവരുണ്ട്. ചിലരിത് ജ്യൂസ് ആക്കിയിട്ട് ഒഴിച്ച് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാനുണ്ടാക്കുന്നത് ഇതുപോലെയാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. ഇത് നല്ല ടേസ്റ്റുള്ള വൃത്തിയുള്ള വൈനായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ ഫെർമെന്റേഷൻ പെട്ടെന്ന് നടക്കും. ഇത് കൂടുതൽ ചതയൊന്നുമില്ല, ഇതിന്റെ ഒരു കാൽ ഭാഗത്തോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞിട്ടാണ്. നമുക്കിതിലേക്ക് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 3/4 കിലോ എടുത്തിട്ടുണ്ട്. അതിന്റെ ഇത്രയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് നമ്മളെ മസാലകളുണ്ട്, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മളെ ഗോതമ്പും ഇട്ട് കൊടുക്കാം. ചിലര് ഗോതമ്പ് കിഴിയിട്ടിട്ടൊക്കെയാണ് ഇടുക. ഇത് കിഴിയിട്ടിട്ട് എന്തായാലും നമ്മൾ ലാസ്റ്റ് സാധനം നന്നായി ഫിൽട്ടർ ചെയ്തെടുക്കണം. അപ്പൊ പിന്നെ നമ്മൾ കിഴിയിട്ടിടുന്നതിലൊന്നും കാര്യങ്ങളില്ല. ഇതിങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ഇടുന്ന ആയിരിക്കും നല്ലത്. ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യാം. അധികം ഈസ്റ്റ് ഉണ്ടാവില്ല, കുറച്ച് ഇഷ്ടമാണ്. ഇത് നമ്മളെ ടെമ്പറേച്ചറിനനുസരിച്ച് ഇതിന് നല്ല ഫെർമെന്റേഷൻ വരും. ഇത് ഒരു ഫുൾ ബോട്ടിൽ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമുക്ക് അത്ര തന്നെ ആവശ്യമുള്ളൂ. തരി കൂടി പഞ്ചസാര ഇതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇത് പെട്ടെന്ന് ഫെർമെന്റേഷൻ ആവും. നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം മുഴുവനായിട്ട് ഒഴിക്കരുത്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ ഫെർമെന്റേഷൻ അതിലൊരു ഗ്യാസ് ഫോം ചെയ്യാൻ
അത്രയും സ്ഥലം നമ്മൾ ഗ്യാപ്പ് ഉണ്ടാവും. ഏകദേശം നമ്മൾ ഇതിന്റെ ഇത്ര ഉണ്ട്, ഈ ജാറിന്റെ ഇത്ര ഉണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഇത്രയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ്സ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിമീൻ വെള്ളം ഒഴിയുന്നുണ്ട്. ഞാൻ ഈ എടുത്ത വെള്ളം കംപ്ലീറ്റ് എനിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന പെട്ടിമരുന്ന് കടയിൽ നിന്ന് കിട്ടുന്ന ഈ മരുന്നിന്റെ കൂട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഇതാണ് ഇതിലിട്ട് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ കൈപ്പണിയാണ്. ഇനിയെല്ലാം ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളാണ്. എത്രയും നിങ്ങൾ ഇത് കണ്ടില്ല, ഇത് നന്നായി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് നിൽക്കുന്നത്. അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മളെല്ലാം ഇതിലേക്കുള്ള മരുന്നുകളും കൂട്ടുകളും പഞ്ചസാരയും ഈസ്റ്റും ഗോതമ്പും വെള്ളം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതിന്റെ കളറ് നമുക്ക് ആയി തുടങ്ങിയിട്ട്. ഈ മുന്തിരിയുടെ കളർ എന്ന് പറഞ്ഞാൽ നല്ല കളർ ഉണ്ടാവും ഈ മുന്തിരി. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ മുന്തിരി ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഈ മുന്തിരിയുടെ വൈൻ്റെ കളർ കണ്ടോ, ഒന്നാന്തരം കളറാ. ഇനി നിങ്ങൾ ഒരു 2 ദിവസം കൂടുമ്പോൾ നന്നായി ഇളക്കണം. ഇതാണ് ഇതിന്റെ മെയിൻ പ്രോസസ്. ഇതിന്റെ പ്രോസസ്സ് ഇനി നമുക്ക് ഈ സാധനം ഒന്ന് കവർ ചെയ്യണം. കവർ ചെയ്യാനായിട്ട് നല്ല കോട്ടന്റെ തുണികൾ എടുക്കുക. ഒരു കോട്ടന്റെ തുണി എടുത്ത് ഇങ്ങനെ കവർ ചെയ്യുക. ഞാൻ 2 കോട്ടന്റെ തുണി എടുക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരുന്ന തുണി തന്നെയാണ്. ജസ്റ്റ് നന്നായി ഒന്ന് മുറുക്കി കിട്ടുക. ഇപ്പൊ നമ്മളെ വൈൻ മേക്കിങ്ങിന്റെ ആദ്യത്തെ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഇനിയുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു, എൻ്റെ കണക്ക് പ്രകാരം ഞാനൊരു 21 ദിവസം ഇതുപോലെ വെച്ച് ഇളക്കും. 1-2 ദിവസങ്ങളിൽ ഇളക്കും. അതിനുശേഷം നമ്മളിത് നന്നായി പിഴിഞ്ഞ് ഫിൽട്ടർ ചെയ്തിടും, അരിച്ചിടും. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറിൽ സാധനം കിട്ടും. ഇത്രയും സ്ട്രോങ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഒരു 10-45 ദിവസമോ 1 വർഷമോ. അത് നമ്മൾ അരിച്ച് ഫിൽട്ടർ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഇതേ ഭരണിയിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യും. കീപ്പ് ചെയ്യാൻ 1 വർഷം 2 വർഷം വരെ നമുക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ വൈൻ്റെ പ്രോസസ്സ്. നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്ക് മുന്തിരിയൊക്കെ ക്രഷ് ചെയ്ത് പഞ്ചസാര ഇട്ട് നമ്മൾ അതിലേക്ക് നമ്മളെ ഈസ്റ്റും ഫെർമെന്റേഷൻ നടക്കാനുള്ള ഈസ്റ്റും പിന്നെ നമ്മളെ ഗരം മസാലയുടെ 2-3 ഐറ്റംസ് കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം ഇതൊക്കെ ആഡ് ചെയ്തു. അതുകൂടാതെ നമ്മൾ പറ്റി മരുന്നുകൾ ഇടുന്ന ആ മരുന്നിന്റെ കൂട്ട് നമ്മൾ ഒരു കിഴി കെട്ടിയിട്ട് അതിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായി ഭദ്രമായിട്ട് നമ്മൾ 2 കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് നമ്മളിനി ഒന്നും ചെയ്യില്ല. ഇനി നമ്മളിത് ഒരു ഷെയ്ഡിൽ നമ്മൾ അടുക്കളയിലോ അല്ലെങ്കിൽ അധികം വെളിച്ചം തട്ടാത്ത സ്ഥലത്ത് നിന്ന് ഇത് കീപ്പ് ചെയ്യുക. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ വൈകിട്ട് ഇതേ സമയത്ത് തന്നെ, ഞാനിപ്പോൾ വൈകുന്നേരത്താണ് ഒരു 6 മണി നേരത്താണ് നമ്മൾ ഉണ്ടാകുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ അതേ കയ്യിൽ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ ഇളക്കാൻ ഉപയോഗിച്ച അതേ ആ തവി ഉപയോഗിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ തവി ചൂടുവെള്ളം ഒഴിച്ച് നന്നായി കഴുകി വൃത്തിയായിട്ട് എപ്പോഴും കുതിച്ചിരിക്കും. അതിൽ ഈർപ്പം തട്ടരുത്, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഈർപ്പം തട്ടി കഴിഞ്ഞാൽ ഇതിന് ഒരു പുളിപ്പ് കയറും. ഇത് വൈൻ കംപ്ലൈന്റ് ആവാൻ ചാൻസുണ്ട്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെ കൈയും എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കും.
അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ ഇത് കുടിക്കാനുള്ളതല്ല കേട്ടോ. മക്കൾ കുടിക്കും, ഞാൻ മൂത്ത മകനൊക്കെ കൊടുക്കും, മക്കൾക്കൊക്കെ കൊടുക്കും. അവർക്കൊക്കെ ഇത് ഒരു മെഡിസിനൽ തന്നെയാണ്. ഓവറായിട്ട് കൊടുക്കുന്നില്ല. മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.